നമസ്കാരം. പാമന്റെ ഗീത എന്ന നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ഭഗവത്ഗീത ജ്ഞാന പ്രഭാഷണ പരമ്പരയുടെ 32ാമത് ദിവസത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അധ്യായം 1 അർജുന വിഷാദ യോഗത്തിലെ 2 ശ്ലോകങ്ങളാണ്. 28ഉം 29ഉം ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്കൊന്ന് പാരായണം ചെയ്യാം. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ ഇതം അബ്രവീത്, ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ നിർത്തിയത്. ഇവിടെ അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു തുടങ്ങുന്നു. അതാണ് അർജുന ഉവാച. അർജുനൻ പറയുന്നു. എന്താണ് പറയുന്നത്? ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന, ഇപ്പം യുയുത്സും സമുപസ്ഥിതം എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സ്വജനങ്ങളെ, ബന്ധുജനങ്ങളെ കണ്ടിട്ട് എൻ്റെ ശരീരം തളരുന്നു, അവയവങ്ങൾ കുഴയുന്നു. അതാണ് സീദന്തി മമ ഗാത്രാണി, എൻ്റെ ശരീരം തളരുന്നു, അവയവങ്ങൾ കുഴയുന്നു. മാത്രമോ എൻ്റെ വായിലെ വെള്ളം വറ്റുന്നു, വായ വരളുന്നു. അതാണ് മുഖം പരിശുഷ്യതി എന്ന് പറയുന്നു. പിന്നെയോ വേപതു എന്താണ്? പിന്നെയോ എൻ്റെ ശരീരം വിറയ്ക്കുന്നു, ശരീരത്തിൽ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു, ശരീരം കോൾമയിർ കൊള്ളുന്നു, രോമഹർഷ ജായതേ. ഇപ്പം എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? എൻ്റെ ശരീരം തളരുന്നു, അവയവങ്ങൾ കുഴയുന്നു, എൻ്റെ വായിലെ വെള്ളം വറ്റുന്നു, വായ വരളുന്നു. പിന്നെയോ എൻ്റെ ശരീരം വിറയ്ക്കുന്നു, ശരീരത്തിൽ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു, ശരീരം കോൾമയിർ കൊള്ളുന്നു. ഇപ്പം നമ്മുടെ മനസ്സ് എന്തിൻ്റെ മുമ്പിലെങ്കിലും പതറിയാൽ, അല്ലെങ്കിൽ നമുക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ, അതിയായ മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുമ്പോൾ, ആകാംക്ഷയും സംഭ്രമവും നമ്മുടെ നിയന്ത്രണത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ, ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ അർജുനൻ ഇപ്പോഴുണ്ടായ പോലുള്ള ഈ ലക്ഷണങ്ങൾ ശരീരം കാണിക്കാറുണ്ട്. അത് ശരീരത്തിൻ്റെ പ്രശ്നമല്ല, മറിച്ച് മനസ്സിൻ്റെ സമനില തെറ്റുന്നതിൻ്റെ പ്രതിഫലനങ്ങളാണ്. മാനസിക വിഭ്രാന്തിയിൽ ഉഴലുന്ന അർജുനന്റെ ശരീരം നമ്മൾ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല, ഇതിലും കൂടുതൽ ഇനിയും മറ്റു പല ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് നമ്മുടെ മുമ്പുള്ള ഭഗവത്ഗീതയൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് ഈ 28ഉം 29ഉം ശ്ലോകങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് പാരായണം ചെയ്യാം. ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. നന്ദി, നമസ്കാരം.